Okay. Good morning, all of you. All of you mark your attendance. Please mark your attendance. All of you take your text. Page number 3 നമുക്ക് പഠിക്കാനല്ലേ 237 അല്ലേ 237. In our previous class, we studied about എന്താ ലെസന്റെ പേര്? നോക്കിയെന്ന് റിലു അല്ലേ റിലു? നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ലെസണിൽ ടെലിഫോൺ വരെയാണ് നമ്മളിപ്പോ എത്തിയത് അല്ലെ. ടെക്സ്റ്റ് നന്നായി വായിച്ചിട്ടുണ്ടോ മക്കള്? അപ്പോ നമുക്കിത് ടെലഫോൺ. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ പേജ് നമ്പർ 237. ശ്രദ്ധിക്കൂ കേട്ടോ. ടെലഫോൺ കണ്ടോ മക്കള്? ഓക്കെ, പറഞ്ഞോളൂ റിലു. കമ്മ്യൂണിക്കേഷൻ അതൊന്നും കൂടി പറഞ്ഞു തരുമോ? കമ്മ്യൂണിക്കേഷൻ പറയണോ? ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ പോലെ ഇങ്ങോട്ടെന്നാ പറയാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മള് കമ്മ്യൂണിക്കേഷൻ. എന്താ പറഞ്ഞ നമ്മള് ഫസ്റ്റ് വൺ സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. അല്ലേ? എന്താ കമ്മ്യൂണിക്കേഷൻ മീൻസ് പറഞ്ഞിട്ട് നമ്മള് കമ്മ്യൂണിക്കേഷൻ മീൻസ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്? സന്ദേശങ്ങൾ അയക്കുന്നതിനെയും സ്വീകരിക്കുന്നതിനുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ആശയവിനിമയം എന്ന് പറയുന്നത് അല്ലെ. ആശയവിനിമയം എന്ന് പറയുന്നത് എന്ത്? സന്ദേശങ്ങൾ അയക്കും, അതുപോലെ എന്ത് സ്വീകരിക്കുകയും ചെയ്യും. അതിനെയാണ് എന്താ മക്കളെ? കേൾക്കുന്നില്ലേടാ? ഓക്കെ, പിന്നെന്തേ? ഓക്കെ, എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ എന്താ പറഞ്ഞേ? ആശയവിനിമയം എന്നാൽ എന്തെന്നില്ലേന് എന്താ ആൻസർ? സന്ദേശങ്ങൾ അയക്കുന്നതിനെയും സ്വീകരിക്കുന്നതിനുമാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ലോങ് എഗോ മെസ്സേജസ് ടുക്ക് മെനി ഡേയ്സ് ഓർ വീക്സ് ടു റീച്ച്. പഴയ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ ഒരു മെസ്സേജ് എത്രയെങ്കിൽ തന്നെ മെനി ഡേയ്സ് അല്ലെ, കുറെ ദിവസങ്ങൾ എടുക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ നമുക്ക് എന്ത് വിവരങ്ങളും അറിയാൻ പറ്റും അല്ലെ. മെസ്സേജസ് ഒക്കെ അതത് ടൈം തന്നെ ഇപ്പോഴും എത്തുന്നത് അല്ലേ. പിന്നെന്താ പറഞ്ഞേ? ടുഡേ ദേ റീച്ച് ഇൻ സെക്കൻഡ്സ്. അതന്നെയല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്ത്? അപ്പൊ എന്തൊക്കെ പറഞ്ഞു കമ്മ്യൂണിക്കേഷനിൽ? സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. ലോങ് എഗോ മെസ്സേജസ് ടുക്ക് മെനി ഡേയ്സ് ഓർ വീക്സ് ടു റീച്ച്. ടുഡേ ദേ റീച്ച് ഇൻ സെക്കൻഡ്സ്. അതെങ്ങനെയാ? ഇന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ എത്തും. അത്രയല്ലേ ഉള്ളൂ ആശയവിനിമയത്തിലെ, കമ്മ്യൂണിക്കേഷനിലെ അല്ലേ. ഓക്കെ റിലു, ക്ലിയർ? യെസ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? പോസ്റ്റൽ സർവീസ്. എന്താ പോസ്റ്റൽ സർവീസ്? തപാൽ സേവനങ്ങൾ അല്ലെ. പോസ്റ്റൽ സർവീസ്. ഇന്ത്യസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്. ഇന്ത്യയുടെ പോസ്റ്റൽ സർവീസിനെ, തപാൽ സേവനത്തെ ഇന്ത്യ പോസ്റ്റ് എന്ന് വിളിക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയേ? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ സംവിധാനമാണ്, ശൃംഖലയാണ് ഇത് അല്ലെ. അപ്പൊ ആദ്യം പറഞ്ഞത് ഇന്ത്യസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ എന്ത് ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ് ഇത് അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ്. എന്തിനാ പീപ്പിൾ പോകുന്ന പോസ്റ്റ് ഓഫീസ്? നോക്കിയേ. ടു ബൈ സ്റ്റാമ്പ്സ്, ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്സ്. അതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ എന്തിനാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാമ്പ്സ്, ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്സ്. Letters and parcels are either sent through ordinary post or through a faster service called speed post. അല്ലേ? അത് നമ്മള് കഴിഞ്ഞ പോസ്റ്റൽ സർവീസിനെ പറ്റി, അതായത് തപാൽ സേവനത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ത്യസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്.
ഇന്ത്യയുടെ തപാൽ സേവനത്തെ എന്താ നമ്മൾ വിളിക്കുന്നത്? ഇന്ത്യ പോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ്. അതായത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ് അല്ലെ. പിന്നെ പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാമ്പ്സ്, ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് പിന്നെന്തൊക്കെയാ ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്സ്. Letters and parcels are either sent through ordinary post or through a faster service called speed post. അല്ലേ? സ്പീഡ് പോസ്റ്റ് മുഖേന എന്ത് വേഗതയേറിയ ഇതിന് വഴി അത് നമുക്ക് എങ്ങനെ എത്തും? അതാവും വളരെ വേഗത്തിൽ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞതില്ല. നെക്സ്റ്റ് ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ വായിച്ചതുമാണല്ലോ 2 പാരഗ്രാഫ് അല്ലെ. നെക്സ്റ്റ് ടെലഫോൺ. എന്താണ് ടെലഫോൺ? ടെലഫോൺ എല്ലാവർക്കും അറിയാലോ. ലാൻഡ് ലൈൻ ഫോണുകള്, ടെലഫോണുകള് അല്ലെ. പഴയ കാലത്തിൽ നമ്മള് എല്ലാവരും ഉപയോഗിച്ച സാധനമാണ് ലാൻഡ് ഫോണുകൾ അല്ലെ, ടെലഫോണുകൾ. അപ്പോ വി ക്യാൻ ടോക്ക് ടു പീപ്പിൾ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ഓവർ ദ ടെലിഫോൺ അല്ലെ. എന്താണ്? ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ളവരുമായി നമുക്ക് ടെലഫോണുമായി സംസാരിക്കാൻ കഴിയും അല്ലെ. വി ക്യാൻ ടോക്ക് ടു പീപ്പിൾ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ഓവർ ദ ടെലഫോൺ. ലാൻഡ് ലൈൻ ഫോൺസ് however are no longer popular അല്ലെ. എന്നിരുന്നാലും ലോകത്തിന്റെ എല്ലാ ഫോണുകളിലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു പറഞ്ഞു. എന്നിരുന്നാലും എങ്ങനെയാ ഇപ്പോഴ് എന്താ പറഞ്ഞത്? എന്നിരുന്നാലും ലാൻഡ് ലൈൻ ഫോണുകള് ജനപ്രിയമല്ല അല്ലെ. ജനപ്രിയമല്ല. നോ ലോങ്ങർ പോപ്പുലർ, ജനപ്രിയമല്ല. ദേ ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ മൊബൈൽ ഫോൺസ് അല്ലെ. അതിന് പകരമായിട്ട് നമ്മളൊക്കെ എല്ലാവരും കൊണ്ടു നടക്കുന്നത് എന്താണ്? നിങ്ങൾ പോലും ഇപ്പൊ മൊബൈൽ ഫോണിലായിരിക്കും ചിലപ്പോൾ ക്ലാസ് കാണുന്നുണ്ടാവുക, ചിലവർ കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെ. ഇപ്പൊ ഈ ടെലഫോണുകളുടെ സ്ഥാനത്തേക്ക് എന്ത് വന്നു മക്കളെ? മൊബൈൽ ഫോണുകളല്ലേ ഇപ്പോ സർവ്വസാധാരണമായിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ അല്ലെ, സ്മാർട്ട് ഫോണുകൾ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ടെലഫോണ് ഇപ്പൊ ഇന്ന് പഴയ ചില വീടുകളിലേ ഉണ്ടാവൂ ചിലപ്പോ, അല്ലെങ്കിൽ ഓഫീസുകളിൽ അങ്ങനെയുള്ളവരത്തെ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തായി ഇപ്പം കൊണ്ടു നടക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ന് വിപണി ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അല്ലെ. ഇന്ന് നമുക്ക് ക്ലാസ്സിൽ കയറാനൊക്കെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായി? അതിന് റീപ്ലേസ് ആയി മൊബൈൽ ഫോണുകൾ. പിന്നെന്താ പറഞ്ഞത്? ദേ ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ മൊബൈൽ ഫോൺസ്. Smartphones are all in one devices with we can do many things അല്ലെ. നമുക്ക് സ്മാർട്ട് ഫോണുകളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. എല്ലാവരുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ കയ്യിൽ പോലും സ്മാർട്ട് ഫോണുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇന്ന് ആരും ലാൻഡ് ലൈൻ ഫോണുകൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അത്യാവശ്യം ഓഫീസുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പിന്നെ ചില വീടുകളിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത് ടെലഫോണില്. ലാൻഡ് ലൈൻ നിങ്ങൾക്ക് അറിയാലോ ടെലഫോണുകൾ അറിയില്ലേ? ടെലഫോൺ കണ്ടിട്ടില്ലേ? ലാൻഡ് ലൈൻ ഫോൺ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ട് വിളിക്കുന്ന സാധനം അറിയില്ലേ? ഓക്കെ, അതാണ് ടെലഫോണിന്റെ കാര്യങ്ങൾ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ നമ്മള് ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ളവരുമായിട്ട് സംസാരിക്കാൻ കഴിയുമല്ലേ ടെലിഫോൺ വഴി. എന്നിരുന്നാലും എന്തായി? അതിന് പകരമായിട്ട് ഇന്നെന്താണ് എല്ലാവരും മൊബൈൽ ഫോണുകളായി ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അല്ലെ. അതുപോലെ സ്മാർട്ട് ഫോണുകളാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളിന്ന് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ടെലഫോൺ ഒന്നുകൂടി വായിക്കാം. We can talk to people in any part of the world over the telephone. Landline phones, however, are no longer popular. They have been replaced by mobile phones. Smartphones are all-in-one devices with which we can do many things. Telephone. ഒന്ന് വായിച്ചേറിയല്ലോ. നമ്മളിപ്പം പഠിച്ച ടെലഫോൺ. Telephone. We can talk to people in any part of the world over the telephone. Landline phones, however, are no longer popular. They have been replaced by mobile phones. Smartphones are all-in-one devices with which we can do many things. Okay, next ആരാ ഒന്നുകൂടി വായിച്ചോ? ആരാ വായിക്കുന്നേ? ജോയൽ ഒന്ന് വായിച്ചേ. ജോയൽ പ്ലീസ് അൺമ്യൂട്ട്. ജോയൽ ഒരു മിനിറ്റ് നിതാ. ജോയൽ അവിടെ മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് വായിച്ചേ ജോയലെ. telephone. We can talk
വായിക്ക്. കണ്ടോ ടെലിഫോൺ? എവിടെയായിരുന്നു? ജോലി ശ്രദ്ധിച്ചില്ല ഇവിടെ. We can talk to people in any part. വായിക്ക്. In any part of our country. Over the telephone. എവിടെയാ വായിക്കും? ടെലിഫോൺ അല്ലേ നമ്മൾ വായിക്കലേ? Telephone. ഇവിടെ ആയിരുന്നില്ല ജോയിൽ അല്ലേ? കണ്ടോ മോനെ? ഏതാ എവിടെയാന്ന്? 237 ലാസ്റ്റ് പാരഗ്രാഫാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ജോയൽ ശ്രദ്ധിച്ചേ. ഓക്കെ, നിത വായിക്കും. ഇപ്പം നിത വായിക്കുമ്പോ നീ അത് ശ്രദ്ധിക്കണം. എവിടെയാണ് നമ്മളിപ്പോ പഠിക്കുന്നത്? നിത വന്ന് വായിച്ചേ. Telephone. We can talk to people in any part of the world. Over the telephone. Over the telephone. Landlines, however, are no longer popular. They have been replaced by mobile phones. Smartphones are all in one devices with which we can do many things. Okay. Next. ആരാ പറഞ്ഞേ? മിസ് അലൻ മാത്യു വായിക്കാം. അലൻ മാത്യു. Telephone. We can talk to people in any part of the world. However, the telephone, landline phone, however, are no longer popular. They have been replaced by mobile phones. Smartphones are all in one devices with which we can do many things. Okay, very good. Miss, now I can. Okay, Edwin Thomas. Edwin Thomas കൂടി ഒന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. Telephone. We can talk to people in any part of the world over the telephone. Landline phones, however, are no longer popular. They have been replaced by mobile phones. Smartphones are all in one devices with which we can do many things. Okay, ipo clear ayo de telephone? Yes. Okay. Appo next fax. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫാക്സ് മെഷീൻ? ഫാക്സ് മെഷീൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫാക്സ്. A written document can be sent through a fax machine. It takes only few seconds to reach. The fax machine is connected to a telephone line. എന്താ പറഞ്ഞത്? A written document can be sent through a fax machine. എന്താ പറഞ്ഞേ? ഒരു രേഖാമൂലമുള്ള രേഖ ഫാക്സ് മെഷീൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? സെൻഡ് ചെയ്യാൻ സാധിക്കും അല്ലെ? ഒരു രേഖാമൂലമുള്ള written document can be sent through a fax machine. A written document can be sent through a fax machine. It takes only a few seconds to reach. എന്താ പറഞ്ഞേ? അത് എത്താൻ takes only a few seconds അല്ലേ? കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ എത്തും അല്ലേ ഫാക്സ്? ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഫാക്സ് മെഷീൻ ഈസ് കണക്റ്റഡ് ടു എ ടെലിഫോൺ ലൈൻ. എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നേ ഫാക്സ് മെഷീൻ? എന്താ പറഞ്ഞ നമ്മള്? ഇതൊരു ടെലിഫോൺ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ബന്ധിപ്പിച്ചിരിക്കുന്നു. എ റിട്ടൺ ഡോക്യുമെന്റ് ക്യാൻ ബി സെൻഡ് ത്രൂ എ ഫാക്സ് മെഷീൻ. എന്താ പറഞ്ഞേ? ഒരു രേഖാമൂലമുള്ള രേഖ ഫാക്സ് മെഷീൻ വഴി നമുക്ക് അയക്കാൻ പറ്റും. ഫാക്സ് മെഷീൻ ത്രൂ സെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരു രേഖാമൂലമുള്ള രേഖ, ഒരു റിട്ടൺ ഡോക്യുമെന്റ്. എ റിട്ടൺ ഡോക്യുമെന്റ് ക്യാൻ ബി സെൻഡ് ത്രൂ എ ഫാക്സ് മെഷീൻ. ഇറ്റ് ടേക്സ് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ് ടു റീച്ച്. അത് എത്താൻ എത്ര? കുറച്ച് സെക്കൻഡ്സുകൾ മാത്രമേ വേണ്ടൂ. ദ ഫാക്സ് മെഷീൻ ഈസ് കണക്റ്റഡ് ടു എ ടെലിഫോൺ ലൈൻ. അത് എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്? ടെലിഫോൺ ലൈനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഫാക്സ് മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഫാക്സ് അത്രയായാലും പറഞ്ഞത്. ദ റിട്ടൺ ഡോക്യുമെന്റ് ക്യാൻ ബി സെൻഡ് ത്രൂ എ ഫാക്സ് മെഷീൻ. ഇറ്റ് ടേക്സ് ഓൺലി എ ഫ്യൂ സെക്കൻഡ്സ് ടു റീച്ച്. ദ ഫാക്സ് മെഷീൻ ഈസ് കണക്റ്റഡ് ടു എ ടെലിഫോൺ ലൈൻ. ഓക്കെ, ക്ലിയർ ആണോ? ഫാക്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ. എന്താ ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ? നിങ്ങൾക്ക് അറിയില്ല? ഇന്റർനെറ്റും ഇമെയിലും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ.
നമ്മൾ ഇന്റർനെറ്റ് ഇമെയിൽ ഇന്ന് ഈ കൊറോണ കാലം വന്നതോടുകൂടി എല്ലാവരും ഇതിലൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആയി അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും ഈ ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ തന്നെ ശരിക്കും അറിയാതില്ല. ഇപ്പൊ എല്ലാവരും അതിലെന്തായി നല്ല എക്സ്പീരിയൻസ് നേടി അല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങളായാലും കൃത്യമായി നിങ്ങൾ നമ്മളെ കാണിയും വെരി വെരി ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് അതിലും കൂടുതൽ നിങ്ങൾ ഇതിലൊക്കെ കഴിവ് തെളിയിച്ചവരായിരിക്കും അല്ലെ? മൊബൈൽ ഫോണെല്ലാം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. നമ്മളെ കാണിയും സ്പീഡിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക അല്ലെ? ഒരു ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ പറയേ വേണ്ട അല്ലെ? അത്രയ്ക്ക് സ്പീഡാണ്. നിങ്ങൾ ഏത് കുരുട്ട് വിധി മൊബൈൽ ഫോണിൽ ചെയ്യാൻ നിങ്ങൾക്കറിയാം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യൂ തോന്നുന്നില്ല അല്ലെ? ജോയല്ലേ? ജോയിനുള്ളതാ ചിരി വരുന്നത്. ബെനീറ്റക്ക് ജോയിൻ എല്ലാവർക്കും ചിരി വരുന്നത്. അപ്പൊ ഇതെന്താണ്? നിങ്ങള് ഗെയിം കളിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അറിയില്ലോ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്നെന്താ പഠിക്കുന്നത്? ഇനി അടുത്ത് ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ. എന്താണ് ഇന്റർനെറ്റ്? We can sit at home, access any website and get information on any topic through the internet. Email or electronic mail sent through the internet has made communication faster and cheaper. Nowadays, many people access internet on their smartphones. They also exchange messages through apps and social networking sites. എന്താ പറഞ്ഞത്? We can sit at home, access any website and get information on any topic through the internet. എന്താ പറഞ്ഞത്? നമുക്ക് വീട്ടിലിരുന്ന് ഏത് വെബ്സൈറ്റും ആക്സസ് ചെയ്യാൻ, പിന്നെയോ ഇന്റർനെറ്റ് വഴി ഏത് വിഷയത്തെ ഏത് സബ്ജക്റ്റിനെ കുറിച്ചുള്ള വിവരം ലഭിക്കാൻ നമുക്ക് കഴിയുമല്ലേ? നമുക്ക് എന്തെങ്കിലും ഒന്ന് സംശയം തോന്നി അപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അല്ലേ? അപ്പൊ എത്ര നല്ല സൗകര്യമാണ്. നമുക്കിപ്പം എന്തിനെ കുറിച്ച് അറിയാൻ അല്ലേ? നമ്മൾ അന്നപാട് എന്ത് ചെയ്യും? ഗൂഗിളിൽ നോക്കാമെന്ന് പറയും അല്ലേ? എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ തന്നെ നമുക്ക് അപ്പോഴേ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അത്രക്ക് നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചു. ഓക്കെ. അപ്പൊ ഇന്റർനെറ്റ് ആൻഡ് ഇമെയില് എന്താ പറഞ്ഞ നമ്മള് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഏത് കാര്യങ്ങൾ ഏത് വിഷയത്തെ കുറിച്ച് വിവരം ശേഖരിക്കാനും നമുക്ക് പിന്നെന്താ ഏത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അല്ലെ? നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇമെയിൽ ഓർ ഇലക്ട്രോണിക് മെയിൽ സെൻഡ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആൻഡ് ചീപ്പർ. എന്താ പറഞ്ഞത്? ഇന്റർനെറ്റിലൂടെ അയക്കുന്ന ഇമെയിൽ, അതായത് ഇലക്ട്രോണിക് മെയില് ആശയവിനിമയം വേഗമേറിയതും ചീപ്പസ്റ്റുമാക്കുന്നത് അല്ലെ? വില കുറഞ്ഞതുമാക്കുന്നുണ്ട് അല്ലെ? അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? Nowadays many people access internet on their smartphones. Many people, അധികം ആളുകൾ ഇന്നത്തെ കാലത്ത് എന്താണ്? നിരവധി ആളുകൾ എന്ത് ചെയ്തു? ഇന്റർനെറ്റ് നമ്മുടെ സ്മാർട്ട് ഫോണുകള് എന്താ ഉപയോഗിക്കുന്നത്? സ്മാർട്ട് ഫോണുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും നിരവധി പേര് നല്ല അധികം പേര് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അത്രയും പിന്നെയും ചില കുറച്ച് പ്രായപരിധികളായിരിക്കും ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ മുമ്പോട്ട് പോകുന്നുള്ളവർ. ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്മാർട്ട് ഫോണുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ദേ ഓൾസോ എക്സ്ചേഞ്ച് മെസ്സേജ് ത്രൂ ആപ്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. എന്താ പറഞ്ഞ അടുത്തത്? ആപ്പുകൾ വഴിയും സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് വഴി അവർ എന്ത് ചെയ്യുന്നു? സന്ദേശങ്ങള് കൈമാറും അല്ലെ? അപ്പൊ ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പറഞ്ഞു അല്ലെ? വി ക്യാൻ സിറ്റ് അറ്റ് ഹോം, ആക്സസ് എനി വെബ്സൈറ്റ് ആൻഡ് ഗെറ്റ് ഇൻഫർമേഷൻ ഓൺ എനി ടോപ്പിക് ത്രൂ ദ ഇന്റർനെറ്റ്. അപ്പൊ നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തെല്ലാം നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനും പിന്നെന്താ വേറെ എന്താ പറഞ്ഞത്? ഇത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ? പിന്നെന്താ പറഞ്ഞ? ഇമെയിൽ ഓർ ഇലക്ട്രോണിക് മെയിൽ സെൻഡ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആൻഡ് ചീപ്പസ്റ്റ് അല്ലെ? നെക്സ്റ്റ്, nowadays many people access internet on their smartphones. അധികം പേരും നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. They also exchange messages through apps and social networking. ഓക്കെ, ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞു ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ.
അത് രണ്ടും കൂടി ഒന്ന് മക്കൾ വായിച്ച് ആരാ വായിക്കുന്നത്? നേരത്തെ കൈപൊക്കി കുറെ നിഹാര രാജേഷ് ഒന്ന് ആ പാരഗ്രാഫ് വായിച്ചേ മോളെ. ഏതൊക്കെ? ഫാക്ട്സ്. ഫാക്ട്സ് വായിക്കും. ശ്രദ്ധിക്കണേ മക്കളെ, ഫാക്ട്സ്. ഓക്കെ, എല്ലാരും ഞാൻ വായിപ്പിക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു. നിഹാര പ്ലീസ് അൺമ്യൂട്ട്. നിഹാര അൺമ്യൂട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. നിഹാരയുടെ സൗണ്ട് ഇവിടെ വരുന്നില്ല. ആ മൈക്ക് ക്ലിയർലി നോക്കിയ മോളെ. മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. ജൂലിയറ്റെ, ജുവൽ, ജോമലൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇല്ല നിഹാര കേൾക്കുന്നില്ലടാ. നെക്സ്റ്റ് ജൂലിയറ്റ് ജോസ്. ജൂലിയറ്റ് ജോസ്. നിത വായിച്ചില്ലേ? നിത എല്ലാരും വായിപ്പിക്കണ്ടേ? ആ. Facts. A written document can be sent through a fax machine. It takes a few seconds to reach the fax machine. Full stop ഉണ്ട് മോളെ, ശ്രദ്ധിച്ചു വായിക്കും. Okay. The fax connected to a telephone line, internet and email. We sit at home. We can sit at home. Vibration and information on a topic throughout the internet. Email or electronic mail send throughout the internet has made communication faster and cheaper. Nowadays many people access internet on their smartphone. They are also exchanging messages through apps and social networking sites. Okay, next Jomel. Jewel. Jomel. Okay, Jomel. ഞാൻ ജുവലിനെ കാണുന്നുണ്ടായിരുന്നു. A written document can be sent through a fax machine. It takes only a few seconds to reach. The fax machine is connected to a telephone line. Internet and emails. We can sit at home. Access any website. And get information. Information on any topic through the internet. Email or electronic mail sent through the internet. Internet has made communication faster and cheaper. Nowadays, many people access internet on their smartphone. Okay. They also exchange messages through exchange messages through apps and social networking sites. Okay, next Selna. ശ്രദ്ധിക്കണേ മക്കളെ വായിക്കുന്നത്. വേഗം വായിച്ചേ. Fax. A written document can be sent through a fax machine. It takes only a few seconds
to reach. The fax machine is connected to a telephone line. Internet and email. We can sit at home, Sit at. access sit at home, നമ്മുടെ വീട്ടിലിരുന്നിട്ടും any website and get information on any topic through the internet. Email or electronic mail through the internet has made communication better and cheaper. Nowadays, many people access internet on their smartphones. They also exchange messages through apps and social network sites. sites. Okay, very good. Next. And Angel Rose. Okay. Okay, Angel Rose Benjamin. Fax. A written document can be sent through a fax machine. It takes only a few seconds to reach. The fax machine is connected to a telephone line, internet and email. We can sit at home, access any website and get information on any topic through the internet, email or electronic mail. Sent through the internet has made communications faster and cheaper. Nowadays, many people access internet on their smartphones. They also exchange messages through apps and social network sites. Okay. Next, Tirtha Lakshmi. നമുക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ, വായിച്ചേ. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കേ. All of you mute yourself. It take only a few seconds to reach it. The fax machine. മോളെ, fax. Fax machine is connected to a telephone line, internet and email. We can sit at home, access any website and get information on any topic through the internet, email or electronic mail sent through the internet has moved Communication faster and cheaper. Nowadays, many people access internet on their smartphones. They also exchange messages through through apps, social network sites. Okay. Next, Benita. Can you hear me, Benita? Benita, Benita, unmute it. Benita, Fax. A written document can be sent through fax machine. It takes only a few seconds to reach. The fax machine is connected to a telephone line, internet and email. We can sit at home, access any website and get information on any topic through the internet, email or electronic mail sent through the internet. Sent through the internet has made communication faster and cheaper. Nowadays, many people access internet on their smartphones. They also exchange messages through apps and social network sites. Okay. Next, ആരൊക്കെയാണ് ഇപ്പൊ കൈ പൊള്ളിച്ച്?
ഞാൻ വായിച്ചില്ല. Okay. Jewel. Jewel പറ്റില്ല. നിഹാര. മിസ് ഞാൻ വായിക്കാം. നിഹാര. Facts. A written document can be sent together. A fax machine, it takes only a few seconds to reach. The fax machine is connected to a telephone line, internet and email. We can മക്കളെ ഇനി 1 minute ഉള്ളേ. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. വായിച്ചു. and get informed on any topic. Internet, email or electronic email sent to the Insta has made connected faster and